Hi viewers, welcome back to Nisha's Powerful Kitchen. Nisha's Powerful Kitchenലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിപ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു അടിപൊളി പരിപ്പ് പ്രഥമൻ. അപ്പോൾ പായസം ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പരിപ്പ് പ്രഥമൻ വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിനുള്ള പായസത്തിന് ആവശ്യമുള്ള പായസപ്പരിപ്പ് കുറച്ച് വറുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ചട്ടി വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ എത്രയാണോ പായസം ഉണ്ടാക്കുന്നത് അതിനുള്ള പായസപ്പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വറുത്ത് ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള നാളികേരപ്പാലിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലെല്ലാം റെഡിയാക്കി വെക്കുക. അത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെ സെക്ഷൻ തിരിച്ച് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ പായസം വെക്കുമ്പോൾ പെട്ടെന്ന് വെക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ മിക്സിയിലെല്ലാം അടിച്ചെടുത്താണല്ലോ പാല് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നമ്മളിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർക്കാതെ 1-ാം പാല് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നതിന് ശേഷം കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് 2-ാം പാല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് 3-ാം പാലിൽ നമുക്ക് ഈ പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി വെച്ച് അതിൽ പരിപ്പൊക്കെ ഇട്ട് ഒന്ന് വറുത്ത് കോരേണ്ടതുണ്ട്. ഫുൾ ഫ്ലെയിമിലൊന്നും വറുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കാൻ ശ്രമിക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പല രീതിയിലും ചെയ്യാം. ഞാനിവിടെ എന്തായാലും ഒരുമിച്ച് വറുക്കുകയാണ്. നമുക്ക് പായസത്തിന് ആവശ്യമുള്ള പരിപ്പ് ഒരു രീതി എന്താണെന്ന് വെച്ചാൽ പായസത്തിന് ആവശ്യമുള്ള പരിപ്പ് 2 സെക്ഷനായി തിരിച്ച് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. മറ്റേത് ചെറിയ രീതിയിൽ ഒന്ന് വറുത്തതിന് ശേഷം 2 സെക്ഷനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായി വറുത്തത് ഉടയാതെ കിടക്കും, വെന്തുടയില്ല. മറ്റേത് നന്നായിട്ട് വേഗം വെന്ത് നമുക്ക് പായസത്തിനൊരു കൊഴുപ്പ് കിട്ടുകയും ചെയ്യും. അങ്ങനെയും ചെയ്യാം. അല്ലാതെ കുക്കറിലൊന്ന് ചെറുതായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ വേവിക്കാതെ പായസം ഉണ്ടാക്കാനും പറ്റും. ഈ 2 രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരുമിച്ച് വറുത്ത് ആ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ പായസപ്പരിപ്പ് ഏകദേശമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3-ാം പാല് ചേർക്കാം. അപ്പോൾ പാലെല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പായസം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്നല്ല, അതിൻ്റേതായ സമയമുണ്ട്. ഇത് ഇളക്കി നമുക്ക് ആ ഒരു പായസ പരുവത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അടുത്ത് തയ്യാറാക്കി വെച്ചാൽ. പിന്നെ എന്തൊക്കെ തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ ശർക്കര ഉരുക്കി വയ്ക്കുക. പായസത്തിന് ആവശ്യമുള്ള ശർക്കര റെഡിയാക്കി വയ്ക്കുക. പിന്നെ ഏലക്കായ പൊടിച്ച് വയ്ക്കുക. കാഷ്യൂ, കിസ്മിസ് അതെല്ലാം കിട്ടുന്നിടത്ത് വയ്ക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പായസം വെച്ചതിന് ശേഷം പായസത്തിനുള്ള പരിപ്പ് വറുത്ത് അത് 3-ാം പാൽ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ മറ്റേ അടുപ്പിൽ നമ്മൾ ഇതിനാവശ്യമുള്ള ശർക്കര വെക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്, പായസമാകുമ്പോൾ മധുരം ഉണ്ടല്ലോ, മധുരം വേണം. അപ്പോൾ അതിനുള്ള ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടാനാണ്. അപ്പോൾ ഒന്നാകെ ഉരുക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ അഴുക്കെല്ലാം കല്ലും മണ്ണൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ പായസത്തേക്ക് എടുക്കരുത്, അരിച്ചെടുക്കുക. അങ്ങനെ 3-ാം പാല് ഒഴിച്ച് എത്രത്തോളം നാളികേരപ്പാൽ കൂടുന്നു അതിനനുസരിച്ച് നമ്മളുടെ പായസത്തിനും ടേസ്റ്റ് കൂടും. ഒന്ന് മോൻ്റെ പിറന്നാളാണ്, അപ്പോൾ അതുകൊണ്ടാണ് പായസം വെക്കുന്നത്.
അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം അത് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നതിന് ശേഷം, പരിപ്പ് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുന്നത്, പായസത്തിലേക്ക്. ഇപ്പോൾ പായസമൊന്നും ആയിട്ടില്ല. അങ്ങനെ അതിലേക്ക് നമ്മൾ ശർക്കര ഒഴിച്ചു. വെന്തതിന് ശേഷമാണ് ശർക്കര ഒഴിക്കുക, ഇല്ലെങ്കിൽ അത് വെന്ത് കിട്ടില്ല എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ആ 3-ാം പാലൊക്കെ വെച്ച് ഏകദേശം വെന്തതിന് ശേഷം 2-ാം പാൽ ഒഴിച്ചു. എന്നിട്ടാണ് നമ്മളിപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചത്. ഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ശർക്കരയും ഒഴിച്ചു. ഇനി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നമുക്കൊരു പായസം പെട്ടെന്നാവുന്നില്ല. അതിന് വേണമെങ്കിൽ ആ കുക്കറിൽ അടിച്ചിട്ട് നമുക്ക് അങ്ങനെ ആ രീതിയിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നന്നായിട്ട് കുറച്ച് സമയമെടുത്ത് ഇളക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പരിപ്പ് പ്രഥമൻ റെഡിയാക്കി എടുക്കുന്നത്. ഒരുവിധം ഏജായ ആളുകൾക്കൊക്കെ പരിപ്പ് പ്രഥമൻ നല്ല ഇഷ്ടമായിരിക്കും. ആദ്യം എനിക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതുപോലെ ഓരോ സമയത്ത് നമുക്ക് ഓരോ പായസത്തിനോടും ഓരോ ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അടിപൊളി നമ്മുടെ പരിപ്പ് പ്രഥമൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പായസപ്പരിപ്പ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിങ്ങനെ 2 സെക്ഷനായി തിരിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാം. അങ്ങനെ വറുക്കുമ്പോൾ നമുക്ക് പായസത്തിൽ നിന്ന് തന്നെ ചിലതിങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. ഞാൻ ആ 1-ാം പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളെ പായസമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കാണാണ്ടല്ലോ അല്ലേ, ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം നമ്മൾ പായസം വേവിക്കരുത്. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ചേർത്തത് പഞ്ചസാരയും ഏലക്കായയും പൊടിച്ചത് ചേർത്തു. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പായസത്തിൻ്റെ, പരിപ്പ് പായസത്തിൻ്റെ ആ ഒരു മണം വരുന്നുണ്ട്. കല്യാണത്തിനൊക്കെ പോയാലുണ്ടാകുന്ന ആ മണമല്ലേ. പരിപ്പ് പ്രഥമൻ മാത്രം കഴിക്കുന്നവരുണ്ട്. ഒരുവിധം ആളുകൾക്കെല്ലാം പരിപ്പ് പായസത്തിനോടാണ് പ്രിയം. പരിപ്പ് പ്രഥമൻ കൂട്ടിയൊരു ഊണ് അല്ലേ. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് അധികം ഇൻഗ്രീഡിയൻസും ഒന്നും ആവശ്യമൊന്നുമില്ല. ശർക്കര, പരിപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാളികേരപ്പാൽ ഇതാണ് മെയിനായിട്ട്. പാൽ പിഴിയുക എന്നുള്ളതാണ് ഒരു മെയിൻ പ്രോസസ്സ് ഉള്ളത്. കുറച്ച് കൂടുതൽ നാളികേരം ചിരകിയെടുത്ത് അതിൻ്റെ പാല് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പായസം എന്ന് പറയുമ്പോൾ, പരിപ്പ് പ്രഥമൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മെയിൻ പ്രോസസ്സ് അതാണ്. അത് ആദ്യം ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ പായസം റെഡിയാക്കി ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് നമുക്കിടാനുള്ള കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് കോരിയിടാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ്, ചട്ടി ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അതിൽ കാഷ്യൂ, കിസ്മിസ് എന്നിവ ഇട്ട് കൊടുക്കുകയാണ്. ഒരുമിച്ചിടാം, അല്ലെങ്കിൽ കാഷ്യൂ ആദ്യം ഒന്ന് വറുത്ത് കോരിയിടാം. അപ്പോൾ ആ കാഷ്യൂനട്ടും കിസ്മിസും ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മളുടെ പായസത്തിലേക്ക്, പരിപ്പ് പ്രഥമനിലേക്ക് കൊണ്ടുപോയി ചെരിയാം. ഞാനിവിടെ നെയ്യും കൂടെയാണ് ചെരിയുന്നത്. കുറച്ച് നെയ്യല്ലേ ഉള്ളൂ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ നമ്മളുടെ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പരിപ്പ് പ്രഥമൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു പായസം കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ
അടിപൊളി ഒരു പരിപ്പ് പ്രഥമൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നാളികേരം പാലും എല്ലാം ഉണ്ടെങ്കിൽ, കുറച്ച് ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരിപ്പ് പ്രഥമൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വിഭവവുമായി കാണുന്നത് വരെ ബായ്. താങ്ക് യു.